ഇന്ദിരാഗാന്ധിക്ക് ശേഷം തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയത്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം അഴിമതിക്കാരനല്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ അഴിമതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, എതിരാളികളെ അടിച്ചമർത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കി. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ പുള്ളി അങ്ങോട്ട് കയറി തിരിച്ചടിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഭരണാധികാരികൾക്കൊന്നും അത് പറ്റിയിരുന്നില്ല. വാജ്പേയിക്കും പറ്റിയിരുന്നില്ല, മൻമോഹൻ സിംഗിനും പറ്റിയിരുന്നില്ല. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. 75-ലെത്തിയ നരേന്ദ്രമോദി സ്ഥാനം ഒഴിയുമോ ഇല്ലയോ എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പല ദുരന്തരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തകന്മാരും BJP-യെക്കുറിച്ച് പഠനം നടത്തുന്നവരും ഗവേഷകരും ഒക്കെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതായാലും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വിജയകരമായി 75 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുക. നരേന്ദ്രമോദി വളരെ പിന്നാക്കാവസ്ഥയിൽ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ചായവാല, അതായത് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹവും കുട്ടിക്കാലത്ത് ചായ വിറ്റിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ഏതാണ്ട് മെട്രിക്കുലേഷൻ വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമൊക്കെ അദ്ദേഹം വിദൂര വിദ്യാഭ്യാസത്തിൽ കൂടി പഠിച്ച് പാസ്സായി എന്നാണ് പറയുന്നത്. അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് RSS പ്രവർത്തകനായിരുന്നു, പ്രചാരകനായിരുന്നു. വിവാഹിതനാണ്. പക്ഷേ തീരെ ചെറുപ്പത്തിൽ തന്നെ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിൽ BJP-യുടെ ചുമതലക്കാരനായിരുന്നു. അന്ന് കേശുഭായ് പട്ടേലായിരുന്നു ഗുജറാത്തിൽ BJP-യുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ. കേശുഭായ് പട്ടേലിന് ശങ്കർ സിംഗ് വഗേലയും ഇഷ്ടമല്ലായിരുന്നു, നരേന്ദ്രമോദിയും ഇഷ്ടമല്ലായിരുന്നു. ഈ 2001 ആണ്ടിൽ ഭുജിൽ വലിയ ഒരു ഭൂമികുലുക്കത്തെ തുടർന്ന് കച്ചിലും അതുപോലെ അഹമ്മദാബാദിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, ഒരുപാട് ആളുകൾ മരിച്ചു, നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയതിൽ ഗുജറാത്ത് സർക്കാരിന് വലിയ വീഴ്ച പറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിനെ മാറ്റി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ഈ ക്രിക്കറ്റ് കളിയിലെ നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റുണ്ട്. അങ്ങനെ ഒരു തസ്തികയിലാണ് ഇദ്ദേഹത്തെ ഗുജറാത്തിലേക്ക് വിട്ടത്. അന്ന് അദ്ദേഹം MLA അല്ല, മുഖ്യമന്ത്രിയായിട്ടാണ് ഗുജറാത്ത് അസംബ്ലിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് അദ്ദേഹം മണിനഗർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് തൊട്ട് പുറകെയാണ് ഈ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ ഭയങ്കരമായ സംഭവം. ഗുജറാത്ത് സംസ്ഥാനത്തിനും രാജ്യത്തിന് തന്നെയും വലിയ അപകീർത്തി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ആദ്യഘട്ടത്തിൽ BJP നേതൃത്വം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനായിട്ട് ആലോചിച്ചു. ഈ ലഹള ഉണ്ടാക്കിയ ആളുകൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. പക്ഷേ BJP ഹൈക്കമാൻഡ് രണ്ടാമൂന്നുകൂടി ആലോചിച്ച് ഇദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് നരേന്ദ്രമോദി പിടിച്ചു കയറിയത്. അതിന് തൊട്ട് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട്ട് BJP അധികാരത്തിൽ തിരിച്ചെത്തി. അങ്ങനെ മോഡിയുടെ ആദ്യത്തെ രാഷ്ട്രീയ വിജയം അതായിരുന്നു. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. 5 വർഷം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം സംസ്ഥാനത്ത് കുറേ വികസന പരിപാടികൾ നടപ്പാക്കി. നേരത്തെ തന്നെ വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അതൊന്നും കൂടി തേച്ച് മിനുക്കി ഒരു വികാസ് പുരുഷ് എന്ന രീതിയിലുള്ള ഒരു ഇമേജും കൂടി പുള്ളി ഉണ്ടാക്കി. അങ്ങനെ ഒരേ സമയത്ത് ഹിന്ദു ഹൃദയ സമ്രാട്ട് വികാസ് പുരുഷുമായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം BJP വിജയത്തിലേക്ക് നയിച്ചു. അങ്ങനെ 3 തവണ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് ജയിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആരാധകരും ഭക്തന്മാരും ഉണ്ടായി. ഞാൻ പോവും. ഞാൻ എവിടെയും സ്ഥിരതാമസക്കാരനല്ല. ഇല്ല, ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോവും. ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങൾക്കൊരു നാഥന വേണം. വ്യവസായികൾ ഒന്നടങ്കം മോഡിയെ പിന്തുണച്ചു. അങ്ങനെ നരേന്ദ്രമോദി ആയിരിക്കും BJP നയിക്കുക എന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ ഈ UPA-യുടെ വീഴ്ചകളിൽ നിന്നാണ് പ്രധാന ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മോഡിയുടെ നേതൃത്വത്തിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചു. പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന
പ്രതിച്ഛായ ഉണ്ടാക്കിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയത്. അതുകൊണ്ടാണ് 2019 BJP ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നത്. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ബാലാക്കോട്ട് പ്രത്യാക്രമണം ഒക്കെ കഴിഞ്ഞ് BJP കൂടിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും. അപ്പോൾ 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി കൂട്ടിക്കെട്ടിയ ഒരു സഖ്യം, കണ്ടം പച്ച കോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് നേരിടുമ്പോൾ, പക്ഷേ അതിനെപ്പോലും ഒരു വലിയ പരിധിവരെ അതിജീവിക്കാൻ പുള്ളിക്ക് പറ്റി. 10 കൊല്ലത്തെ ആൻറ്റി ഇൻകംബൻസ് ഉണ്ടായിട്ടും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് ഈ സർക്കാർ തട്ടിമുട്ടിയായിരിക്കും പോകുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തെലുങ്ക് ദേശത്തിനെയും അതുപോലെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ കണ്ടമാനം ആശ്രയിക്കേണ്ടി വരും എന്നാണ്. അവർ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും, ആഭ്യന്തര വകുപ്പ് ചോദിക്കും, രാഷ്ട്രപതി സ്ഥാനം ചോദിക്കും എന്നൊക്കെ പലരും പ്രവചിക്കുമെങ്കിലും അതൊന്നും നടന്നില്ല. അവരൊക്കെ കിട്ടിയത് മേടിച്ച് അവരവരുടെ മാളത്തിലേക്ക് പോയി. നരേന്ദ്രമോദി ഇപ്പോഴും ഫ്രീ ഹാൻഡായിട്ട് ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിയൊക്കെ പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പുള്ളി ഭൂരിപക്ഷം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഒറ്റ വരച്ച വരയിൽ നിർത്തിയിട്ട് ഉപരാഷ്ട്രപതിയെ കൊണ്ട് രാജിക്കത്ത് എഴുതി മേടിക്കാൻ സാധിച്ചത്. അപ്പോൾ നരേന്ദ്രമോദി 75 വയസ്സിലും വളരെ ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തിനോ അദ്ദേഹത്തിൻ്റെ താൻപോരിമൊക്കെ യാതൊരു ഊനവും ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ പോകുന്നു. ബൈ.